ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധമ്മയും പ്രിയച്ചിയും തെറ്റിദ്ധരിക്കും ഞാൻ മഴക്കിട്ടിട്ട രാജു ആഹാരം കഴിക്കാത്തെന്നു. അതുകൊണ്ട് രാജഗുരുസ്വാമി അങ്ങോട്ട് വാ. രാജഗുരുസ്വാമിയാ? ഒരു സന്യാസി ആവേണ്ട ആളല്ലേ കല്യാണം കഴിച്ചത്. അല്ല, ചില ഭാര്യമാര് അധ്യാപകരായ ഭർത്താക്കന്മാരെ മാഷയെന്നും ഭർത്താക്കന്മാര് ഭാര്യമാരെ ടീച്ചറെന്നും വിളിക്കാറുണ്ട്. അതുമല്ല, ഭാര്യമാരെ അമ്മയെന്ന് വിളിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ അച്ഛാന്ന് വിളിക്കുന്ന ഭാര്യമാരും ഉണ്ട്. ഭാര്യയും മോളേന്ന് വിളിക്കുന്ന ഭർത്താക്കന്മാര് ഈ നാട്ടിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഋതുമോള് പറഞ്ഞത് ശരിയാ. ആ വിളിക്കൊക്കെ ഒരു റൈറ്റ് ഉണ്ട്. പക്ഷേ മാഡോന്ന വിളി മഹാബോറാ. മാഡോന്ന് വിളിക്കുമ്പോ ഭാര്യ ഒരുമാതിരി വീപ്പക്കുറ്റിയെ പോലെ തോന്നും. അവൻ എവിടുന്ന് കിട്ടിയോ ഈ മാഡോ എന്നുള്ള വാക്ക്? എന്നോട് കളിച്ച ഇതുപോലെ കിട്ടും, സൂക്ഷിച്ചോ. അമ്മ, എന്താ മോളെ? അമ്മ ഇതിൽ ഇടപെടണം. ഈ മാഡോ എന്നുള്ള വിളിക്ക് ഒരന്ത്യം കുറിക്കണം. ചേച്ചി എടാ, എന്താ മേലെ ഇവിടെ മേടെന്നുള്ള വിളി കേട്ടു പോരുത്. ഭാര്യ ഒരു ഓമന പേര് വിളിച്ചാ മതി. ഓമന പേര്? അതെന്ത് പേര്? പറഞ്ഞു കേട്ടോ? ശരിയമ്മ. അത് ശരി, ഇത്ര വേഗം കിടന്ന് ഉറക്കായോ? രാജു, രാജു, രാജു ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉറക്കഗുളിക കഴിച്ചപ്പോലും ഉറങ്ങാനുള്ള സമയമായിട്ടില്ല. രാജു, രാജു, എന്താ മാഡം, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഞാൻ ആരുടെ ഉറക്കം തടസ്സപ്പെടുത്താറില്ല. പിന്നെന്തിനാ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച്? ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. എന്റെ വയറ് നിറഞ്ഞു, വിശപ്പ് നേരത്തെ കേട്ടു. ഇനി ഒന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. രാജു, കിടക്കല്ലേ? പിന്നെ എനിക്ക് കിടക്കണ്ടേ? ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാ മതിന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭക്ഷണം വേണ്ട മാഡം, എനിക്ക് ഇറങ്ങത്തില്ല. ഈ മാഡം വിളി പ്രശ്നമാണെങ്കിൽ അതങ്ങ് മറന്നേക്ക്. രാജു എന്നെ ഇനി മദാമെന്ന് വിളിച്ചാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ രാജു ആഹാരം കഴിക്കാതെ കിടക്കരുത്. ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ മാഡത്തിന് എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ, അത് ശരി. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ അല്ലെ? അങ്ങനെയാണല്ലോ രാജുവിന്റെ മനസ്സില്. ആരോ എന്നെ വന്നൊന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് പോലെ രാജു എന്നെ കല്യാണം കഴിച്ചു. മാഡം, ഇങ്ങനെ ഹേർട്ട് ആവുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കില്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞതാണ് തെറ്റ്. രാജുവിന് എന്റെ ഹൃദയം തകർക്കുന്നത് പോലെ പ്രവർത്തിക്കാം അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം വെറും കാട്ടുചെമ്പരത്തി ഇറുത്തെടുക്കുന്നത് പോലെ ഇറുത്തെടുത്തിട്ട് യാതൊരു കൂസലില്ലാതെ ഉറങ്ങുന്നു അല്ലേ? എങ്ങനെ സമാധാനത്തോടെ രാജുന് ഉറങ്ങാൻ പറ്റുന്നേ? മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടല്ലോ. ഇല്ലേ?
ചെയ്തിട്ടില്ലേ? ഇഷ്ടം തോന്നാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ കൊണ്ടുവന്ന് വീട്ടു തടങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇഷ്ടമില്ലെന്നോ? ഇതാര് പറഞ്ഞു? ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഭാര്യയെ കയറി ആരെങ്കിലും മാഡം ഒന്ന് വിളിക്കൂ. അവളുടെ വികാര വിചാരങ്ങള് മാനിക്കാതിരിക്കോ? ഇതിലും ഭേദം താലി കെട്ടിയ പെണ്ണിനെ കയറി പെങ്ങളേന്ന് വിളിച്ചാ മതിയായിരുന്നു. രണ്ട് പെങ്ങന്മാരുടെ ഇടയിൽ വളർന്നതുകൊണ്ടാവും രാജു ഇങ്ങനെ ആയിപ്പോയത്. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവരൊക്കെ രാജുവിന്റെ പെങ്ങന്മാര്. ഇങ്ങനെ കുറെ ആങ്ങളമാരുണ്ടായ പിന്നെ പെണ്ണുങ്ങളെല്ലാം ചുറ്റി പോകത്തേ ഉള്ളൂ. മാഡം, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? വാ, വന്ന് ആഹാരം കഴിക്ക്. അല്ലെങ്കിൽ രാധമ്മയും പ്രിയച്ചിയും തെറ്റിദ്ധരിക്കും ഞാൻ വഴക്കിട്ടിട്ടാ രാജു ആഹാരം കഴിക്കാത്തെന്ന്. അതുകൊണ്ട് രാജഗുരുസ്വാമി അങ്ങോട്ട് വാ. രാജഗുരുസ്വാമിയോ? ഒരു സന്യാസി ആവേണ്ട ആളല്ലേ കല്യാണം കഴിച്ചത്. ദേ വന്ന് കഴിച്ചോണം. വരാനാ പറഞ്ഞത്. രാധമേ, രാധമ്മ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുത്തോളാം രാജുവിന്. അല്ല, നിങ്ങൾ കഴിക്കുന്നവരെ ഞാനിവിടെ നിക്കാം. ദാ ഏയ്, അത് വേണ്ടമേ. അമ്മ വയ്ക്കോ, ഞങ്ങള് കഴിച്ചോളാം. ദൈവമേ, വഴക്കൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ദൈവത്തിന് നന്ദി. ശരി. കഴിക്ക് രാജു, കഴിക്ക്. ഡ്രാമയാ? ഒരു ഡ്രാമ. ഇതിപ്പോ ഹിസ്റ്റോറിക്കൽ രീതിയിലേക്ക് മാറുക. എന്താ പറഞ്ഞ? ഓ, ഞാൻ ഒന്നും പറഞ്ഞില്ല. രാജു, ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, കേട്ടല്ലോ? കഴിക്ക്. ഞാൻ കഴിച്ചതാ. നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിന്ന് കേട്ടു. എന്താ ഒന്നും മിണ്ടാനില്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അല്ല. അതോ കേട്ടിട്ട് മനഃപൂർവ്വം മിണ്ടാതെ എന്നെ അവഗണിക്കുന്നതാണോ? അല്ല അച്ഛാ. എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നീ എന്തിനാ ആ പാറക്കൽ സുകുമാരന്റെ മകനെ അടിച്ചത്? ഓ, ആഹാരം കഴിച്ചോ? കഴിച്ചോണ്ട് മറുപടി പറഞ്ഞാ മതി.